തിരുവനന്തപുരം വർക്കലയിൽ വാഹനാപകടത്തിൽ വയോധികന് ദാരുണാന്ത്യം. വർക്കല സ്വദേശി വിജയനാണ് മരണപ്പെട്ടത്. സ്വകാര്യ ബസ് ഇരുചക്ര വാഹനത്തിനെ മറികടക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക വിവരം. സാരംഗ് വിശദാംശങ്ങളുമായി. സാരംഗ്, എപ്പോഴായിരുന്നു ഈ അപകടമുണ്ടായത്? കൂടുതൽ വിശദാംശങ്ങൾ. സിദ്ധൂരി ഏതാണ്ട് 5 മണിയോട് കൂടിയിട്ടായിരുന്നു ഇത്തരത്തിൽ അപകടമുണ്ടായത്. വർക്കല ഭാഗത്താണ് അപകടമുണ്ടായത്. വർക്കല റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് നിന്ന് യാത്ര ചെയ്യുകയായിരുന്ന വയോധികനായിരുന്നു വിജയൻ. അദ്ദേഹത്തിന്റെ ഇരുചക്ര വാഹനം ഇത്തരത്തിൽ ഒരേ ദിശയിൽ യാത്ര ചെയ്യുകയായിരുന്ന സ്വകാര്യ ബസിന്റെ മധ്യഭാഗത്ത് തട്ടുകയായിരുന്നു. ഉടനെ തന്നെ ബസിന്റെ അടിയിലേക്ക് വീണ വിജയന്റെ ദേഹത്തൂടെ ബസ് കയറി. ബസ് അദ്ദേഹത്തിന്റെ എല്ലിന്റെ ഭാഗത്ത് കയറി നിൽക്കുന്ന നിലയിലാണ് അദ്ദേഹത്തിനെ പുറത്തെടുത്തത്. നാട്ടുകാരും അതുപോലെ തന്നെ അവിടെ ഓടിക്കൂടിയവരും ചേർന്ന് പുറത്തെടുത്തത്. ഉടൻ തന്നെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 78 വയസ്സായിരുന്നു. അതുപോലെ തന്നെ റെയിൽവേയിലെ സീനിയർ ഉദ്യോഗസ്ഥനായിരുന്നു. സെക്ഷണൽ എഞ്ചിനീയർ ആയിട്ട് റിട്ടയർഡ് ചെയ്ത ഒരു വ്യക്തി കൂടിയായിരുന്നു വിജയൻ. ഒരു 5 മണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ഉടനെ തന്നെ ഇത്തരത്തിൽ വർക്കല ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അദ്ദേഹത്തിന്റെ മധ്യഭാഗത്തായിട്ട്, അതായത് വാഹനത്തിന്റെ മധ്യഭാഗത്തായിട്ടാണ് അദ്ദേഹത്തിന്റെ വാഹനം ഇടിക്കുന്നത്. ഇത്തരത്തിൽ ബസ് അമിത വേഗതയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇരുചക്ര വാഹനത്തെ മറികടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായത്. ഉടനെ തന്നെ അദ്ദേഹത്തിന് ആശുപത്രിയിലേക്ക് എത്തിക്കാനായിട്ട് നാട്ടുകാരും ചുറ്റും കൂടി ശ്രമിച്ചെങ്കിൽ പോലും ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. വ്യക്തമാണ് സാരംഗ്. തിരുവനന്തപുരം വർക്കലയിലാണ് ഇത്തരത്തിലൊരു വാഹന അപകടത്തിൽ വയോധികന് ദാരുണാന്ത്യം സംഭവിച്ചത്. വർക്കല സ്വദേശി വിജയനാണ് മരണപ്പെട്ടത്. സ്വകാര്യ ബസ് ഇരുചക്ര വാഹനത്തിനെ മറികടക്കുന്നതിനിടയിലായിരുന്നു അപകടം. ബസ് അമിത വേഗതയിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സാരംഗാണ് വിശദാംശങ്ങൾ നൽകിയത്.